സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ദിവസം ദ്വിതീയ അധ്യായം 1-2 ശ്ലോകങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് 3-4 ശ്ലോകങ്ങൾ പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത ദ്വിതീയ അധ്യായ സാഖ്യയോഗം ശ്ലോകം 3. ക്ലൈബ്യം മാസ്മ ഗമ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ. ഇവിടെ നൈതത്വയ്യുപപദ്യതേ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. തെക്തോത്തിഷ്ട പരന്തപ. ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ഓം ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ട പരന്തപ. അന്വയം ചെയ്ത അർത്ഥം പറയാം. പാർത്ഥ, അർജുനെ വിളിക്കുന്നതാണ്. അല്ലയോ അർജുന, ക്ലൈബ്യം നപുംസകത്തിൻ്റെതായ ഈ അലസതയും അകർമ്മണ്യതയും മാസ്മഗമ നീ കൈക്കൊള്ളരുത്. ത്വയ് നിന്നിൽ ഏതത് ഇത് ന ഉപപദ്യതേ തീരെ യോജിച്ചതല്ല. പരന്തപ ശത്രുക്കളെ തപിപ്പിക്കാൻ കഴിവുള്ള അല്ലയോ അർജുന. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം മനസ്സിന്റെ നിസാരമായ ഈ ബലഹീനതയെ തെക്ത്വ ദൂരെ വലിച്ചെറിഞ്ഞ് ഉത്തിഷ്ഠ യുദ്ധത്തിനായിട്ട് എഴുന്നേൽക്കൂ എന്ന് ഭഗവാൻ പറയുകയാണ് അർജുനോട്. അല്ലയോ അർജുന, നപുംസകത്തിൻ്റെതായ ഈ അലസതയും അകർമ്മണ്യതയും നീ കൈക്കൊള്ളരുത്. നിന്നിൽ ഇത് തീരെ യോജിച്ചതല്ല. മനസ്സിന്റെ നിസാരമായ ഈ ബലഹീനതയെ ദൂരെ വലിച്ചെറിഞ്ഞ് പരന്തവനായ അർജുന. അവിടെ പരന്തവനായ അർജുന, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുന എന്ന് പറഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിനായിട്ട് എഴുന്നേൽക്കൂ. ഇവിടെ യുദ്ധം എന്ന് പറയുമ്പം അധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത്. ഒരു ക്ഷത്രിയനായ അർജുനൻ അങ്ങനെ തളർന്നിരിക്കാൻ പാടില്ല. ഒരു യുദ്ധം, ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ അവിടെ ആ സമയത്ത് തളർന്നിരിക്കേണ്ടിയവനല്ല. അവിടെ പരന്തവനായ അർജുന, അങ്ങനെ താപത്തെ നശിപ്പിക്കുന്നവനായ അർജുന, ഇങ്ങനെ തളർന്നിരിക്കേണ്ടിയവനല്ല. എഴുന്നേൽക്കൂ, തിഷ്ഠത, എഴുന്നേൽക്കൂ എന്ന് ഭഗവാൻ അർജുനോട് പറയുകയാണ്. ഒരു പ്രവൃത്തി ചെയ്യേണ്ട സമയത്ത്, ഒരു കർമ്മം ചെയ്യേണ്ട സമയത്ത് ചുമതലകളിൽ നിന്ന് വിട്ടു നിൽക്കാതെ ആ കാര്യത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുവാൻ വേണ്ടിയതാണ്. ഇവിടെ ധർമ്മം വിജയിക്കണം എന്നുള്ളത് അവിടെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ആ സമയത്ത് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ദൗർബല്യം അതങ്ങനെ ഇങ്ങനെ ആ വിഷമതകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ഒട്ടും യോജിച്ചതല്ല. പ്രത്യേകിച്ച് ഒരു ക്ഷത്രിയനായ നിനക്ക്, ആ പരന്തവനായ അർജുന, നിനക്ക് ഇത് ഒരിക്കലും യോജിച്ചതല്ല. നപുംസകത്തിൻ്റെതായ പ്രവൃത്തി എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ഒരു ദുഃഖം വരുമ്പോ നമ്മൾ അവിടെ ഒരു വിഷമാവസ്ഥ വന്നു, അവിടെ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോഴവിടെ എന്താണോ ചെയ്യേണ്ടത് ആ സമയത്ത് ആ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയല്ലേ വേണ്ടിയത്. നമ്മുടെ ഒരു കൈ മുറിഞ്ഞാലും ആ സമയത്ത് നമ്മൾ അവിടെ മരുന്ന് വെച്ച് കെട്ടി അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ പ്രതിവിധി ചെയ്യണം. അല്ലാതെ അതങ്ങനെ സംഭവിച്ചു എന്ന് പിന്നെ വീണ്ടും നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ സംഭവം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളത് പിന്നെയും അതിന് പരിഹാരം എന്താന്ന് വെച്ചാല് അത് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇത് ഈ ഒരു ശ്ലോകം അലസതയുള്ളവർക്ക് നന്നായി പഠിക്കാൻ ഉള്ള ഒരു ശ്ലോകമാണ്. വീടുകളിൽ എഴുതി വെക്കാനും കൊള്ളാം. തമോ ഗുണം ഒരുപാട് ആ അലസത വന്ന് മടി പിടിച്ച് ഓരോ കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ നാളെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വളരെ ശ്രേഷ്ഠമായ ഒരിതാണ്. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ, നിനക്ക് ഒട്ടും യോജിച്ചതല്ല. നിനക്ക് ഈ നപുംസകത്തിൻ്റെതായ പ്രവൃത്തി നിനക്ക് ഒരിക്കലും യോജിച്ചതല്ല. എഴുന്നേൽക്കൂ. ഈ ഇങ്ങനെ ദുഃഖങ്ങളും
ആവലാദികളും എല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കാതെ എഴുന്നേൽക്കൂ. അത് ഹൃദയ ദൗർബല്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹൃദയ ദൗർബല്യം അത് കളഞ്ഞ് നീ എഴുന്നേൽക്കൂ, ഉത്സാഹിക്കൂ, യുദ്ധം ചെയ്യൂ, നിന്റെ കർമ്മം ചെയ്യൂ എന്ന് അർജുനനെ ഭഗവാൻ ഉത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തൗത്തിഷ്ഠ പരന്തപ. ഭഗവാൻ അർജുനോട് പറയുകയാണ്, അല്ലയോ അർജുന, എഴുന്നേൽക്കൂ, നിന്റെ ഈ ഹൃദയ ദൗർബല്യം, ദുഃഖം വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒട്ടും യോജിച്ച ഒരു സ്വഭാവമല്ല, അതിൽ നിന്ന് കരകയറേണ്ടതാണ്. അവ ഇങ്ങനെ പറഞ്ഞു ഇരുന്നാല് ആ ദുഃഖത്തിന് അറുതി വരാൻ പോകുന്നില്ല. അവിടെ ആ അധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നീ എഴുന്നേൽക്കൂ അർജുന എന്ന് ഭഗവാൻ അർജുനോട് പറയാണ്. നമുക്കും അതുപോലെ തന്നെ, നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നാൽ ആ ദുഃഖം മാറാൻ പോകുന്നില്ല. അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. ഈ അർജുനൻ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. അപ്പൊ നമ്മള് അതെന്താണോ വേണ്ടിയത്, അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. ദുഃഖം പറഞ്ഞ് ഇരിക്കുകയല്ല വേണ്ടിയത്. അർജുനോടും പറയണം. അർജുനൻ ഒരു ക്ഷത്രിയനാണ്. ഒരു ക്ഷത്രിയൻ ഒരിക്കലും യോജിച്ചതല്ല അവിടെ യുദ്ധം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക തന്നെ വേണം. അതാണ് ഭഗവാൻ അവിടെ അർജുനോട് പറയുന്നത്. അർജുനനെ ഉത്സാഹിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. 4ാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പറയാം, തിരിച്ചു പറയാം. കഥം ഭീഷ്മവഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. അവിടെ പൂജാർഹ വരിസൂദന എന്നാണ് കിടക്കുന്നേ. ഭഗവാനെ അങ്ങനെ വരിസൂദന അല്ല, അരിസൂദന എന്നാണ്. അപ്പൊ അത് നമ്മൾ പിരിച്ചു പറയുമ്പോ പൂജാർഹൗ അരിസൂദന എന്ന് പറയണം. ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. കഥം ഭീഷ്മവഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. പൂജാർഹൗ അരിസൂദന. അന്വയം അർത്ഥം പറയാം. ഇവിടെ അരിസൂദന, മധുസൂദന എന്നൊക്കെ പറയുന്നത് ഭഗവാനെയാണ് പറയുന്നത്. അരിസൂദന, അരി എന്ന് പറഞ്ഞാല് ശത്രു എന്നൊരർത്ഥമുണ്ട്. ശത്രു നിഗ്രഹം ചെയ്യുന്ന അല്ലയോ കൃഷ്ണ, ഭഗവാനെ പറയുന്നതാണ്. പൂജാർഹൗ, പൂജിക്കപ്പെടേണ്ടവരായ, ഭീഷ്മം ച ദ്രോണം ച, ഭീഷ്മരെയും ദ്രോണരെയും, സംഘേ യുദ്ധത്തിൽ, അഹം ഞാൻ, ഇഷുഭി ബാണങ്ങളെയ്ത്, കഥം പ്രതിയോത്സ്യാമി എങ്ങനെ നേരിടാനാണ്, ശത്രുനിഗ്രഹം ചെയ്യുന്ന അല്ലയോ കൃഷ്ണ, പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മരെയും ദ്രോണരെയും യുദ്ധത്തിൽ ഞാൻ ബാണങ്ങളാൽ എങ്ങനെ നേരിടാനാണ്. ഇവിടെ അർജുനന്റെ വിഷമം എന്ന് പറയുന്നത് തന്റെ ഗുരുക്കന്മാരാണ് അവരെല്ലാം. അപ്പൊ ആ ഗുരുക്കന്മാരും ബന്ധുക്കളും മുത്തച്ഛനും ഒക്കെയാണ്. അപ്പൊ അവരെ എന്റേതെന്നുള്ള ആ ഒരു മമത വന്നപ്പോ അവരെ എങ്ങനെ വധിക്കാനാണ്. ഇവിടെ ഭഗവാൻ അരിസൂദന, ശത്രു നിഗ്രഹം ചെയ്യുന്ന ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ തന്റെ ശത്രുക്കളെല്ലാം വധിക്കുന്നുണ്ട്. ജനനം മുതൽ തന്നെ പൂതനയെ വധിക്കുന്നു, ശകടാസുരനെ, അങ്ങനെ ഓരോ അസുരന്മാരെ എല്ലാം ഭഗവാൻ അങ്ങനെ വധിച്ചു വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് സാധിക്കുന്നില്ല. എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അർജുന് കൂടുതൽ അങ്ങനെ വിഷമം വരുന്നത്? ആ ഞാൻ എന്നുള്ള ഭാവം വരുമ്പം ആരാണ് ഈ ഞാൻ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാല് ആ ഒരു ദുഃഖത്തിന് അവിടെ സ്ഥാനം വരുന്നില്ല. അപ്പൊ ആ ഞാനെന്ന് പറയുമ്പോഴാണ് ആ എന്റെ ബന്ധു. ഞാൻ എന്ന് പറയാനുണ്ടെങ്കിൽ എന്റേതെന്ന് പറയാൻ പറ്റൂ. അപ്പൊ ആ എന്റെ ഗുരുക്കന്മാര്, എന്റെ ബന്ധുക്കള്, എന്റെ മുത്തശ്ശൻ എന്നൊക്കെയുള്ള ഒരു ദുഃഖം അർജുനന് തീവ്രമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് ആ ദുഃഖത്തിനും തീവ്രത കൂടുന്നത്. എന്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോ അങ്ങനെ ദുഃഖം വരുന്നത്. അവരെ ഗുരുക്കന്മാരെ
ഇതെല്ലാം അഭ്യസിപ്പിച്ച ഗുരുക്കന്മാരാണ്. അവരെ എങ്ങനെ വധിക്കാനാണ്, അവരുടെ നേർക്ക് ഞാൻ എങ്ങനെയാണ് അമ്പ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വരുന്നത്. അതെല്ലാം ആ മമതയിൽ നിന്ന് വരുന്നതാണ് അർജുനന് വരുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു അപകടം നടന്നു, എന്തെങ്കിലും സംഭവിച്ചു, അത് നമ്മുടെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ഒരു അപകടം അവിടെ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഇതൊക്കെ മാനുഷികമായ ഒരു നമുക്ക് വിഷമം തോന്നും. പക്ഷെ ആ സംഭവ സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ എന്റെ ആരെങ്കിലും ഉണ്ട്, എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ ലാഘവത്തോടു കൂടി നമ്മൾ അത് ചിന്തിക്കത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ദുഃഖം ഇരട്ടിയാവുന്നു. അയ്യോ, എനിക്ക് പരിചയമുള്ള ആളാണ്, എന്റെ ബന്ധുവാണ്, എന്റെ സുഹൃത്താണ് എന്നൊക്കെ വരുമ്പോ ആ ദുഃഖത്തിന് നമുക്ക് തീവ്രത കൂടുന്നു. ഇവിടെ അർജുനനും അത് തന്നെയാണ്. അർജുനൻ അറിയാൻ വയ്യാത്തവരൊന്നും അല്ല എതിർഭാഗത്ത് നിൽക്കുന്നത്. ആ കൗരവാദികളും ആ ദ്രോണരും ആ ഗുരുക്കന്മാരും, ദ്രോണരെന്ന് പറയുന്നത് പാണ്ഡവരുടെ എല്ലാം ഗുരുക്കന്മാരാണ്, പിന്നെ സഹോദരങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ദുഃഖത്തിന് തീവ്രത വന്നിരിക്കുന്നത്. നമ്മുടെ ഭാഗത്തൊന്നും നോക്കിയാലും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഭഗവാനെ പറയുകയും കൂടെ ചെയ്യുന്നുണ്ട്, ഭഗവാൻ ശത്രുക്കളെ എല്ലാം വധിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ സാധിക്കുന്നില്ല കൃഷ്ണ, മധുസൂദന എന്ന് അർജുനൻ വളരെ ദയനീയമായിട്ട് ഭഗവാനോട് പറയുന്ന ഭാഗമാണ് 4-ാമത്തെ ശ്ലോകം. 3-ാമത്തെ ശ്ലോകം അർജുനനോട് ഭഗവാൻ പറയുന്നത് എഴുന്നേൽക്കാൻ, ഉത്തിഷ്ഠത. അപ്പൊ ഈ 2 ശ്ലോകങ്ങൾ ഞാൻ ഇന്നൊന്ന് ചൊല്ലാം. ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങൾ. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപാം. അർജുന ഉവാച കഥം ഭീഷ്മവഹം സംഘേ ദ്രോണം ച മധുസൂദന യേശുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. അവിടെ അർജുനന്റെ ദുഃഖം ആ മമതയിൽ നിന്ന് വന്നതാണ്. ആ ഞാനെന്ന്, എന്റേത്, ഞാനെന്ന് പറയുമ്പോ ആ എന്റേതെന്നുള്ള ഭാവം വന്നു. അതിൽ നിന്ന് വന്ന ദുഃഖമാണ്. അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഭഗവാനെ ഞാൻ കരകയറുന്നത് എന്നൊക്കെ ഭഗവാനോട് ആശ്രയം കൊള്ളുകയാണ് അർജുനൻ. ഈ 2 ശ്ലോകങ്ങള് നന്നായി പഠിക്കുക. കുട്ടികളെ കൂടി അത്യാവശ്യമായിട്ടും ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പഠിച്ചു കഴിഞ്ഞിട്ട്, മുതിർന്നവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താലും മതി. ഒരു ദിവസം ഒരു ശ്ലോകം വെച്ചെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നന്നായിട്ട് അവർ ചോദിക്കും, ഇത് യുദ്ധം ചെയ്യുന്നതല്ലേ എന്ന് അങ്ങനെ ചോദിക്കും. പക്ഷെ യുദ്ധമല്ല, അത് ആ അധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അവനവന്റെ കർമ്മം ചെയ്യുക, അവനവന്റെ പ്രവൃത്തി ചെയ്യുക, അതെല്ലാം അർജുനനെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുവരുവാണ് ഭഗവാൻ. നമുക്ക് ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ്, എന്താണ് എന്നൊക്കെ നമ്മൾ നമ്മളെപ്പോഴും പറയും ഞാൻ എന്ന് പറയും. അത് ആ ഞാൻ എന്ന് പറയുന്നത് ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ദുഃഖത്തിന്റെ എല്ലാം നമുക്ക് അത് ആ തീവ്രതയെല്ലാം നമുക്ക് കുറഞ്ഞിരിക്കും. അപ്പൊ അതെല്ലാം ഈ സാഖ്യയോഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇതെല്ലാം സാഖ്യയോഗം വളരെ ശ്രേഷ്ഠമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അധ്യായമാണ്. അപ്പൊ അത് നന്നായി നമുക്ക് മനസ്സിലാക്കണം, നന്നായി പഠിക്കണം. എല്ലാവരും അതിനായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക, ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ശാന്തി മന്ത്രം ചൊല്ലാം. എല്ലാവരും ഏറ്റു ചൊല്ലാൻ ശ്രമിക്കുക. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം നിറയ്ക്കുമ്പോൾ അവിടെ ആ മനസ്സിൽ അന്ധകാരം മാറും. അജ്ഞാനമാകുന്ന അന്ധകാരം മാറും. നമുക്ക് വേണ്ടിയത് അറിവാണ്. അറിവ് നേടണം. നമ്മുടെ മനസ്സിനെ എപ്രകാരമാണോ ഉയർത്തേണ്ടത് അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. എന്ത് ദുഃഖം വരുമ്പോഴും, എന്ത് പ്രതിസന്ധി വരുമ്പോഴും. അപ്പൊ നമുക്ക് അവിടെ ഒരു പൂജ ചെയ്യുന്നതിലല്ല പ്രധാനം, നമ്മുടെ
മനസ്സിനെ അങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റൂ. ഇരുട്ടായിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ദീപം പ്രകാശിപ്പിക്കുമ്പോൾ ആ അന്ധകാരം സ്വയമേ തന്നെ മാറിക്കൊള്ളും. അതുപോലെ തന്നെ അജ്ഞാനമാകുന്ന നമ്മുടെ മനസ്സിനെ നമ്മൾ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുമ്പോൾ അവിടെ നിന്നും അജ്ഞാനം നമുക്ക് മാറിക്കിട്ടും. അപ്പൊ നമ്മുടെ ആ ദുഃഖം ഒക്കെ നമുക്ക് മാറി മനസ്സ് നല്ല ശാന്തമാകും. എല്ലാവർക്കും നമസ്തേ. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം.